ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എൻ്റെ സഹോദരങ്ങളെ, എത്ര ശക്തമായ തിരുവചനമാണിത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് നൽകിയ ഈ പ്രവചന വചനം ഇന്ന് എനിക്കും നിങ്ങൾക്കുമാണ് ആത്മാവ് നൽകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ പലവിധ ചിന്തകളാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ആകുലതകളും ഉത്കണ്ഠകളും നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം പറയാണ്, ഈ ജീവിത വ്യഗ്രതയിൽ നിങ്ങൾ ഈ സത്യം മറന്നു പോകരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. എന്താണ് മനസ്സിലാക്കേണ്ടത്? അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, കൊടിയ സഹനങ്ങൾ നിറഞ്ഞ, പലവിധത്തിൽ നമ്മൾക്ക് കഷ്ടതകൾ നിറഞ്ഞ, ക്ലേശത നിറഞ്ഞ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങൾ നേരിടേണ്ടി വരും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ആ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ക്ലേശപൂർണമായ ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു അത് ആരംഭിച്ചു കഴിഞ്ഞു. ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിലും എല്ലാ നാളുകളിലും ഈ ക്ലേശങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും സഹനങ്ങളെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറമായി ഒരു ക്ലേശപൂർണമായ സമയം, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ ക്ലേശങ്ങളും സഹനങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും പലവിധത്തിലുള്ള ദുരിതങ്ങളും ലോകത്തിൽ, ലോകരാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, എന്തിന് സഭയിൽ പോലും സംഭവിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഈ ഒരു സമയത്തിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്കിതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ, കൃപയോടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കഴിവ് കൊണ്ടോ മാനുഷിക വൈഭവങ്ങൾ കൊണ്ടോ നമ്മുടെ മസിൽ പവർ കൊണ്ടോ ഈ ലോകത്തിൻ്റെ സെക്യുലർ ശക്തി കൊണ്ടോ നമുക്കത് സാധ്യമല്ല. ഈ ക്ലേശപൂർണമായ സമയത്തെ, വളരെ ടെറിബിളായിട്ടുള്ള, വളരെ ഭയാനകമായ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒരു അസാധാരണമായ അഭിഷേകം നമുക്ക് കൂടിയേ തീരൂ.